അമ്മയ്ക്ക് അമ്മയുടെ മോനെയാണോ ഇഷ്ടം മോളെയാണോ ഇഷ്ടമെന്ന്? അത് പിന്നെ കുഞ്ഞിന്റെ രണ്ട് കണ്ണും കുഞ്ഞിന് ഇഷ്ടല്ലേ? എനിക്ക് എന്റെ വലത് കണ്ണ് ഇടയ്ക്കിടെ ചൊറിച്ചിൽ വരാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇടത് കണ്ണാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അയ്യോ, അങ്ങനെയാണെങ്കിലേ കുഞ്ഞിന്റെ രണ്ട് കൈയും കുഞ്ഞിന് ഇഷ്ടല്ലേ? രണ്ട് കൈ കൊണ്ട് എന്തൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റും. രണ്ട് കൈയും ഒരുമിച്ച് ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നേ. അതല്ലേ? എനിക്ക് പക്ഷെ കഴിക്കുന്ന കൈ ഉണ്ടല്ലോ, അത് വെച്ച് കഴിക്കാലോ. വലത് കൈയാണോ ഇഷ്ടം? അയ്യോടാ, അത് ശരിയാണ്. കഴിക്കാൻ തന്നെ കൂടുതൽ ഇഷ്ടം പിള്ളക്ക്. അതുകൊണ്ട് അങ്ങനെയാണെങ്കിലേ കുഞ്ഞിന്റെ രണ്ട് കാലും കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമല്ലേ? രണ്ട് കാലും കൊണ്ട് നമുക്ക് സ്പീഡിൽ നടക്കാം, നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ നടന്നു പോവാം, ഓടാം, കളിക്കാം, ചാടാം, ഗെയിമൊക്കെ കളിക്കാം. ഇതെല്ലാം ഉപയോഗമുണ്ട്. രണ്ട് കാലും ഒരുമിച്ച് ആയിരിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട് കാലും ഇഷ്ടമല്ലേ കുഞ്ഞിന്? ഇല്ല, എൻ്റെ ഇടത് കാല് ഭയങ്കര വേദനയാണ് ഇടയ്ക്കിടയ്ക്ക്. അതുകൊണ്ട് എനിക്ക് വലത് കാലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് അത് മാത്രമല്ല, നല്ല കാര്യങ്ങൾക്കല്ലേ വലത് കാല് വെച്ച് കയറി പോണത്. അതുകൊണ്ട് എനിക്ക് വലത് കാലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇവളോട് ഇതിപ്പോ എന്ത് പറയും? രണ്ട് കണ്ണും ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നേൽ അതുപോലെ എൻ്റെ രണ്ട് മക്കളെയും എനിക്ക് ഇഷ്ടമാണെന്ന് പറയാമായിരുന്നു. അതുപോലെ കൈയും കാലും ഒക്കെ പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. ഉദാഹരണം പറയാതെ രണ്ടുപേരും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അമ്മ കള്ളം പറയുകയാണെന്നും പറയും. വിരട്ടി വിടാം, അത് തന്നെ ടെക്നിക്ക്. എൻ്റെ അടുത്ത ഓരോ കൊണസ്റ്റ് ചോദ്യങ്ങൾ. അല്ല, ഇതെന്നാ ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ല. അമ്മയ്ക്ക് എന്നെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം, ചേട്ടനെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അല്ലെങ്കിലും എൻ്റെ അമ്മയ്ക്ക് ചേട്ടനാണ് ഇഷ്ടം. എനിക്ക് കുറച്ച് സ്ഥാനം തരുന്നുള്ളൂ. പൊടി, കള്ളം പറയാതെ. അയ്യടാ, പോയ ചെന്നത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് വരും. അറിയാം. ഓരോ കൊണസ്റ്റ് ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് വരും മനുഷ്യനെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട്. പഠിക്കാതിരിക്കാനുള്ള വേലയല്ലേ? പോയിരുന്ന് പഠിച്ചോ. പോ